വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ്. അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു. ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക ഇടപാടുകളെന്നും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, നേരത്തെ തന്നെ ഈ കൊലപാതകം ഉണ്ടായ ദിവസം തന്നെ വന്നതാണ് അഫാന്റെ കുടുംബത്തിനുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത. പക്ഷേ അന്നേ ദിവസം തന്നെ വിദേശത്തിരുന്ന പിതാവ് റഹീം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സാമ്പത്തിക ബാധ്യതയുണ്ട്, പക്ഷേ വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത അറിയില്ല. 8 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ നൽകിയിരുന്നു, 4 ലക്ഷം രൂപ മാത്രമേ അടച്ചുള്ളൂ. അതായത് അഫാന് മാത്രം അറിയാവുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ ആ കുടുംബത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതാണ് പുതിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ശരി, തീർച്ചയായും അഫാനെയും ഉപ്പ റഹീമിനെയും ഒരുമിച്ചിരുത്തി പോലീസ് കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ ഒരുമിച്ചിരുത്തി മൊഴി രേഖപ്പെടുത്തുന്നതിന് ഇടയിലാണ് റഹീം പറഞ്ഞത് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന് ദുഃഖത്തോടെ പറഞ്ഞ് കരയുന്ന റഹീമിനെയായിരുന്നു കണ്ടത്. അതിനർത്ഥം റഹീമിന് ഇക്കാര്യത്തിൽ ഒന്നും ഒരു കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിന് മറുപടി അഫാൻ നൽകിയത് അമ്മയും അതുപോലെ തന്നെ അനിയനും തെണ്ടുന്നത് കാണാൻ തനിക്ക് വയ്യ, അതുകൊണ്ടാണ് താൻ ഈ കൊലപാതകം നടത്തിയത് എന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ കൊലപാതകം നടന്ന ദിവസം 50,000 രൂപ ഒരാൾക്ക് മടക്കി നൽകാനുണ്ടായിരുന്നു. അതിനായാണ് ഉമ്മുമ്മയുടെ മാല ഉൾപ്പെടെ കവർന്ന് കൊലപാതകം നടത്തിയ ശേഷം ആ മാല കവർന്ന് ഒരു പണമിടപാട് സ്ഥാപനത്തിൽ എത്തിച്ച് പണയപ്പെടുത്തിയത് എന്ന കാര്യങ്ങൾ ഒക്കെ അഫാൻ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലയ്ക്ക് കാരണം. ആദ്യം മുതൽ തന്നെ അഫാനെ കുറിച്ച് നാട്ടുകാരടക്കം ബന്ധുക്കളടക്കം പറഞ്ഞത് യാതൊരു വിധത്തിലെ ദുശീലങ്ങളുമില്ലാത്ത സൽസ്വഭാവിയായ ചെറുപ്പക്കാരൻ, അങ്ങനെ പുറത്തധികം സൗഹൃദങ്ങളില്ല, മറ്റ് ലഹരി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുമല്ല. പിന്നെ എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യതകളിലേക്ക് അഫാൻ എത്തിച്ചേർന്നെന്നുള്ള പരിശോധിക്കേണ്ടതല്ലേ? പോലീസ് എന്താണ് പറയുന്നത്? ഉപ്പയുടെ സാമ്പത്തിക ബാധ്യതകൾ നിലനിൽക്കുന്ന സമയത്ത് പോലും ഈ കുടുംബം, അതായത് ഉമ്മയും അതുപോലെ തന്നെ അഫാനും ആർഭാട ജീവിതം തന്നെയായിരുന്നു നയിച്ചിരുന്നത് എന്നുള്ളതാണ് അഫാൻ നൽകിയ മൊഴിയിൽ നിന്നും ഒപ്പം തന്നെ പോലീസ് നടത്തിയ പരിശോധനകളിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ആ ദിവസം, അതായത് കൊലപാതകം നടത്തിയ ദിവസം ഈ കടക്കാരൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് കൊലപാതകം നടത്തണം, ഉമ്മയെയും അതുപോലെ തന്നെ അനിയനെയും കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് അഫാൻ നിലവിൽ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിജയൻ, ഒരു ചോദ്യം കൂടെ. അതായത് ഈ കടക്കാരൻ വീട്ടിലെത്തുക എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം 8 ലക്ഷം രൂപയുടെ ബാധ്യത ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ്. കടക്കാരൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് വാങ്ങിയത് എത്ര ലക്ഷം രൂപയാണ് വാങ്ങിയിരുന്നത്, അത് വാങ്ങാൻ ആൾ വീട്ടിലെത്തുമായിരുന്നു. അതിൻ്റെ തുടർന്നാണ് ഇതിലേക്ക് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയാൻ കഴിയുക. എത്ര ലക്ഷം രൂപയാണ് ഈ വ്യക്തികൾക്ക് കൊടുക്കാനുണ്ടായിരുന്നത് അഫാന്റെ കുടുംബം? മൊത്തത്തിൽ ഏകദേശം 72 ലക്ഷത്തോളം രൂപയാണ് ബാങ്കിലും അതുപോലെ തന്നെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലും അതുപോലെ തന്നെ ഈ പലിശയ്ക്ക് ആളുകളിൽ നിന്ന് പണമെടുത്തതും ഒക്കെയായി ബന്ധപ്പെട്ട് ബാധ്യത ഉണ്ടായിരുന്നത്. പല ആളുകളാണ്, അങ്ങനെ ഒരാൾ മാത്രമല്ല, അതിൽ 5ഓളം പേരെ. ഈ 72 ലക്ഷം വിജിൻ, 72 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള വിവരം റഹീമിന് അറിയുമായിരുന്നില്ല. ബാങ്കിൽ 8 ലക്ഷം രൂപയുടെ കാര്യം അറിയാമായിരുന്നു, മറ്റു ചില ഇടപാടുകൾ. 72 ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയ സംഖ്യയാണ്. അതിനെക്കുറിച്ച് റഹീമിന് അറിയുമായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും ആദ്യം മുതൽ അതുതന്നെയാണ് ഉപ്പ റഹീം വ്യക്തമാക്കിയിട്ടുള്ളത്. തനിക്ക് ഇത്രയും ബാധ്യതയുള്ള കാര്യം അറിയില്ല, തനിക്കുണ്ടായിരുന്ന ബാധ്യതകൾ തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നു, അതിന് ഇത്രയും ക്രൂരമായ ഒരു കാര്യത്തിലേക്ക് അഫാൻ കടക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ദുഃഖത്തോടെ ഉപ്പ റഹീം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഈ തലേ ദിവസം, കൊലപാതകം നടത്തുന്നതിന് തൊട്ട് തലേ ദിവസം ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങിയാണ് അഫാൻ ഉമ്മയും കൂട്ടി ഒരു സ്ഥലത്ത് എത്തി കടം വാങ്ങിക്കാനായി പോയത് എന്ന് അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ 100 രൂപ പെട്രോൾ അടിക്കാൻ ഉപയോഗിച്ചു, 100 രൂപ പിന്നീട് ഉമ്മയുമായി ഒരു കടയിലെത്തി ദോശ കഴിച്ചു എന്നുള്ളതാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കടക്കാരൻ വീട്ടിലേക്ക് എത്തും, അതിനു മുമ്പ് പണം കൊടുത്തു തീർക്കണം എന്നുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. വലിയ തരത്തിൽ ബഹളമോ ഭീഷണിയോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഉമ്മൂമ്മയുടെ സ്വർണ്ണാഭരണം അത് തട്ടിയെടുത്തത് എന്നുള്ള കാര്യവും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഈ കേസിൽ പൂർണ്ണമായും തെളിവെടുപ്പും അതുപോലെ തന്നെ